بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1615 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 73 മുതൽ 75 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ അവസാനത്തെ 3 ആയത്തുകൾ 73 മുതൽ 75 വരെയുള്ള 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് സത്യനിഷേധികൾ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ വിചാരണയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തലും ഒക്കെ കഴിഞ്ഞതിനെ തുടർന്ന് അവര് നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്ന, നരകത്തിന്റെ ദിശയിലേക്ക് തെളിക്കപ്പെടുന്ന കാര്യം വിവരിക്കപ്പെട്ടത് നമ്മൾ കാണുകയുണ്ടായി. നരക കവാടം അവര് വന്നു ചേരുന്നതോടെ അവർക്കായിട്ട് മലർക്കെ തുറക്കപ്പെടുകയാണ്. എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവര് നരകത്തെ സമീപിക്കുന്നതോടുകൂടി, അവരവിടെ എത്തുന്നതോടുകൂടി നരക കവാടം തുറക്കപ്പെടുകയാണ് അവർക്കായിട്ട്. അതിന്റെ കാവൽക്കാര്, നരകത്തിന്റെ കാവൽക്കാർ അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കണ്ടു. അലം യഅതികും റുസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ. ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ദൂതന്മാര് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവന്റെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ സൂക്തങ്ങളെ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു തരുന്ന, അതുപോലെ
നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ നാള് വരാനിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന ദൗത്യം നിർവഹിക്കുന്നവരായിക്കൊണ്ടും അങ്ങനെയുള്ള ദൂതന്മാര് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന ഒരു ചോദ്യമാണ് അവരോട് ചോദിക്കപ്പെടുന്നത്. അവര് തീർച്ചയായും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉത്തരം പറയുകയും ചെയ്യുന്നുണ്ട്. അതോടെ ദൈവിക നടപടി, അവരുടെ മേലുള്ള ശിക്ഷാ നടപടി സംബന്ധമായ ദൈവിക ഉത്തരവ് സത്യമായി പുലരുകയാണ്, നടപ്പാക്കപ്പെടുകയാണ്. നിഷേധികളുടെ മേൽ അത് നടപ്പാക്കപ്പെടുന്നു, അത് യാഥാർത്ഥ്യമായി പുലരുന്നു. അവരോട് പറയപ്പെടുന്നത് ഉദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹ, നിത്യവാസത്തിനായിട്ട് നിങ്ങൾ ഈ നരക കവാടങ്ങൾ കടന്നങ്ങ് കയറിക്കൊള്ളും. എത്ര ദുർഭഗമായ, എത്ര ഭാഗ്യദോഷമുള്ള ഒരു മടക്കഗേഹമാണ്, സങ്കേതമാണ് ഈ ധിക്കാരികൾക്ക്, അഹങ്കാരികൾക്കായിട്ടുള്ളത് എന്നതാണ് അവിടെ പറയപ്പെട്ട കാര്യം. വളരെ ഞെട്ടലുളവാക്കുന്ന, അങ്ങേയറ്റത്തെ മനപ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിവരണമാണ് യഥാർത്ഥത്തിൽ അവിടെ നരകത്തിലേക്ക് ആനയിക്കപ്പെട്ട ആളുകളുടെ ആ അനുഭവത്തെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഈ സൂറത്തിന്റെ ഈ അവസാന ഭാഗം. അവിടെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ അനുഭവത്തെ വളരെ പരിമിതമായ വാക്കുകളിലായിട്ട് അല്ലാഹു വിവരിക്കുകയാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് ഭയഭക്തി പുലർത്തിക്കൊണ്ട്, അവനെ ധിക്കരിക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട്, അവനോടുള്ള അനുസരണ കാണിച്ചുകൊണ്ടൊക്കെ നിലക്കൊണ്ട ആളുകൾ, അവര് നയിക്കപ്പെടുന്നത്, അവര് തെളിക്കപ്പെടുന്നത് എങ്ങോട്ടാണ്? ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്കാണ്, സ്വർഗത്തോപ്പുകളിലേക്കാണ് അവർ നയിക്കപ്പെടുന്നത്. സുമറ, അവരും അങ്ങനെ സംഘങ്ങളായിട്ടാണ് അങ്ങോട്ട് നയിക്കപ്പെടുന്നത്. വസീഖല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് തഖ്വയുടെ നിലപാട് സ്വീകരിച്ച ആളുകൾ. കുഫാറുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളാണ് അള്ളാഹുവിനോട് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കുക. ആ തഖ്വക്ക് ഒരുപാട് തലങ്ങളുണ്ട്, നമ്മൾ അത് മനസ്സിലാക്കിയതാണ്. ബുദ്ധിപരമായ സത്യസന്ധത അതിന്റെ ഭാഗമാണ്. അതുപോലെ നന്മ ചെയ്യാനുള്ള വ്യഗ്രത, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള പ്രയത്നങ്ങൾ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതേപോലെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള ഭയപ്പാടും, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനെ കുറിച്ചുള്ള ഭീതിയും ഒക്കെ അതിന്റെ ഭാഗമായിട്ട്, ഈ തഖ്വയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ അങ്ങനെ തഖ്വ, അള്ളാഹുവിനോട്, തങ്ങളുടെ റബ്ബിനോട് തഖ്വയുടെ നിലപാട് സ്വീകരിച്ച ആളുകൾ, അവര് നയിക്കപ്പെടുന്നു അല്ലെങ്കിൽ തെളിക്കപ്പെടുന്നു ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. സുമറ, അവരും പല സംഘങ്ങളായിട്ടാണ് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത്, തെളിച്ച് കൊണ്ടുവരപ്പെടുന്നത്. അങ്ങനെ ഹത്താ ഇദാ ജാഊഹ, നേരത്തെ ജഹന്നമിലേക്ക് എത്തിയ ആളുകളുടെ കാര്യം വിവരിച്ചപ്പോ പറഞ്ഞതുപോലെ തന്നെ അവര്, ഈ തഖ്വയുള്ള ആളുകൾ, അള്ളാഹുവിനോട് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, അവര് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആ രംഗം, അവരങ്ങനെ സ്വർഗത്തിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ, ഹത്താ ഇദാ ജാഊഹ, അവരങ്ങനെ സ്വർഗത്തിന്റെ സാമീപ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ, വഫുതിഹത് അബ്വാബുഹ, ആ വിവരണത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ ഫുതിഹത് അബ്വാബുഹ എന്ന് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ വാവ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വാവ് ഉള്ള വിധത്തിലാണ്. ഹത്താ ഇദാ ജാഊഹ ഫുതിഹത് അബ്വാബുഹ എന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അവര് നരകത്തിന്റെ അടുക്കലേക്ക് എത്തുന്നതോടെ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്നതാണ് അവിടെ അർത്ഥസൂചന. ഇവിടെ ഇവര് സ്വർഗത്തിന്റെ അടുക്കലേക്ക് എത്തുന്നതോടെ ഉള്ള ഒരു കാഴ്ച, സ്വർഗ കവാടങ്ങൾ അവർക്കായി തുറന്നു കിടക്കുകയാണ്.
അവരെ സ്വാഗതം ചെയ്യുന്ന വിധത്തിൽ നേരത്തെ തന്നെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന ഒരു ആശയം ലഭിക്കുന്ന വിധത്തിലാണ്, ഒരു അവസ്ഥ വിവരിക്കുന്ന വിധത്തിലാണ് ഫുതിഹത്ത് അബുവാബുഹ എന്നിവിടെ പറയുന്നത്. അപ്പോ വഫുതിഹത്ത് അബുവാബുഹ എന്നാണ്. ഹത്താ ഇദാ ജാഊഹ എന്ന് പറഞ്ഞതിന് ശേഷം വഫുതിഹത്ത് അബുവാബുഹ, അതിന്റെ കവാടങ്ങൾ തുറന്നു കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ തുറന്നു വെച്ച് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്കായിട്ട് ആ കവാടങ്ങൾ തുറന്നു വെച്ച അവസ്ഥയിലാണുള്ളത്. അവരെത്തിയപ്പോഴല്ല, നേരത്തെ തന്നെ തുറന്നു കിടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. വഖാല ലഹും, അപ്പോ അവരോടായിട്ട് സ്വർഗത്തിന്റെ കാവൽക്കാര് പറയുകയാണ്. വഖാല ലഹും ഖസനത്തുഹ, സ്വർഗത്തിന്റെ ജന്നത്തിന്റെ ഖസനത്ത് പറയുന്നത് ഇങ്ങനെയാണ്: സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ ശാന്തി സമാധാനങ്ങൾ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സലാം. ഇതാണ് സ്വർഗ കവാടത്തില് സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകള് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടിരിക്കുന്ന മുത്തഖികളായ ആളുകളോട് പറയുന്നത് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം എന്നാണ് പറയുന്നത്. തിബുത്തും എന്നാണ്. തിബുത്ത് എന്നതിന്റെ അത് വരുന്നത് തോബ, തൊയ്യിബ് എന്നൊക്കെയുള്ള വാക്ക് ആ റൂട്ടിൽ നിന്നാണ്. തൊയ്യിബ് എന്നതാണ് അതിന്റെ നൗൺ ഫോം. തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. ഒരാൾ ഒരു സംഗതി ചെയ്താൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തൊയ്യിബ് എന്നാണ് നമ്മൾ പറയാം. നന്നായിരിക്കുന്നു, ഗുഡ്, ഡൺ വെൽ എന്നൊക്കെ പറയുന്ന ആ പേർപ്പസിലാണ് ആ പദം ഉപയോഗിക്കുന്നത്. അപ്പൊ തിബുത്തും എന്നത് നിങ്ങൾ യു ഹാവ് ഡൺ വെൽ എന്ന് പറയുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് തിബുത്തും എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ളത്. അതില് ഈ അറബി ഭാഷയിലെ ഈ ലമീർ എന്ന് പറയും, പ്രോനൗൺ, ആ പദത്തിന്റെ ഭാഗമായി ചേർക്കപ്പെട്ട രൂപമാണ് ഇതുള്ളത്. ലമീർ അതില് ആ എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ അകത്തുണ്ട്. അപ്പോ തിബുത്തും എന്ന് പറഞ്ഞാൽ യു ഹാവ് ഡൺ വെൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്ന ആ സംഘത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയുകയാണ് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് ശാന്തി സമാധാനം, നന്നായിരിക്കുന്നു, നിങ്ങൾ പെർഫോം ചെയ്തത്, നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ പ്രയത്നങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ തീർത്തും നിങ്ങൾക്ക് പ്രതിഫലാർഹമായതായി മാറിയിരിക്കുന്നു, നിങ്ങൾ നന്നായി ചെയ്തു, യു ഹാവ് ഡൺ വെൽ എന്ന് പറയുന്ന ഒരു രീതി. ഫദ്ഖുലൂഹ ഖാലിദീൻ, അതിനാൽ നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക നിത്യമായിട്ട് വസിക്കാൻ ഉള്ളവരെന്ന നിലക്ക്. ഖാലിദൂനായിക്കൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കേണ്ടത്. ഖാലിദൂൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരവാസത്തിന് എത്തിച്ചേർന്നവർ എന്ന നിലക്ക്, എന്നേക്കുമായിട്ട് ഇവിടെ തങ്ങാനുള്ളവര് എന്ന നിലക്ക് നിങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചുള്ള ഈ സ്വർഗത്തോപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ഥിരമായി വസിക്കാനുള്ള കേന്ദ്രമാണ്, നിങ്ങൾ അവിടെ നിത്യമായി വസിക്കാനുള്ളവരുമാണ് എന്നതാണ് അത് നൽകുന്ന സൂചന. അപ്പോ സലാമുന അലൈക്കും തിബുത്തും ഫദ്ഖുലൂഹ ഖാലിദീൻ, ഇതാണ് സ്വർഗത്തിന്റെ ഖസനത്തുകളായ മലക്കുകൾ അവരോടായിട്ട് പറയുന്നത്. സലാമുന അലൈക്കും, നിങ്ങൾക്ക് സലാം, തിബുത്തും, നിങ്ങൾ നന്നായി ചെയ്തു, വളരെ നന്നായി പെർഫോം ചെയ്തു, നിങ്ങളുടെ ജീവിതം ശരിക്കും പ്രതിഫലം അർഹിക്കുന്നതായി മാറി. അതുകൊണ്ട് ഫദ്ഖുലൂഹ, നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, ഖാലിദീൻ, നിത്യമായിട്ട് അവിടെ തങ്ങേണ്ടവര് എന്ന നിലക്ക് അങ്ങോട്ട് പ്രവേശിച്ചോളൂ. നേരത്തെ നരകവാസികളാകാൻ നരകത്തിലേക്ക് ആനയിക്കപ്പെട്ട നിഷേധികളുടെ കാര്യത്തിൽ പറഞ്ഞത് സമാനമായ ഒരു കാര്യം തന്നെയാണ്. അവരും അവിടെ നിത്യവാസത്തിനാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്ന് വലിയ ദൗർഭാഗ്യമാണ്, മറ്റത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ വ്യത്യാസമാണ് ഈ സംഗതികൾക്ക് തമ്മിലുള്ളത്. അപ്പോ തുടർന്ന് വക്കാലു, സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച ആ ആളുകൾ ആ സന്ദർഭത്തില് പ്രതികരണമായിട്ട് പറയുന്ന കാര്യമാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്. അത്യന്തം വൈകാരികതയോടെ
വൈകാരിക വിക്ഷുബ്ധത അനുഭവിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ആയാത്തുകൾ പാരായണം ചെയ്യുന്ന ആളുകൾ അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അതിലൂടെ കടന്നു പോവുക. അതാണ് നമ്മൾ ഈ സൂറത്തിന്റെ നമ്മൾ സെഷൻ തുടങ്ങുന്നതിന്റെ മുമ്പ് ഈ ആയാത്തുകൾ പാരായണം ചെയ്ത ആ ആയാത്തുകളുടെ പാരായണം നിർവഹിച്ച ഘട്ടത്തിൽ വല്ലാതെ വിതുമ്പിക്കൊണ്ടിരുന്നത് നമ്മൾ കാണുകയുണ്ടായത് അല്ലെങ്കിൽ കേൾക്കുകയുണ്ടായത്. അപ്പോ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച ആളുകൾ ആ സന്ദർഭത്തിൽ പറയുന്നത് ഇതാണ്. വഖാലു, അവരും ഇങ്ങനെ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു, ഞങ്ങളോടുള്ള തന്റെ വാഗ്ദാനം സത്യമായി പുലർത്തിയ പാലിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് അവർ പ്രതികരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. സ്തുതി കീർത്തനങ്ങളൊക്കെയും അള്ളാഹുവിനാണ്. അതിനൊരു കാരണം, ഒരു ന്യായം അവർക്ക് ഇപ്പോ പറയാനുള്ളത് അല്ലദീ സദഖനാ വഅദഹു, താൻ എന്ന് പറഞ്ഞ അള്ളാഹു തങ്ങളോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം അത് അവൻ സത്യമായി പുലരുന്ന വിധത്തിലാക്കിയിരിക്കുന്നു, അത് സത്യമായി പുലർത്തിയിരിക്കുന്നു, അത് സത്യമാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹുവാണ് സ്തുതി കീർത്തനങ്ങളൊക്കെയും അർഹിക്കുന്നവൻ എന്നാണ് ഈ ആളുകൾ, സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച ആളുകൾ ആ സന്ദർഭത്തിൽ പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറസനൽ അർള, ഭൂമിയെ നമുക്ക് അനന്തരമായി തന്നിരിക്കുകയും ചെയ്ത, ഭൂമിയുടെ അനന്തരാവകാശിയായിട്ട് നമ്മളെ തെരഞ്ഞെടുത്ത അല്ലാഹു, അവനാണ് സർവസ്തുതി. അതിന്റെ ഫലം എന്താണ്? നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, സ്വർഗത്തില് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമുക്ക് സ്ഥലം പിടിക്കാം, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാം. നതബവ്വഉ എന്ന് പറഞ്ഞ താമസം ഉറപ്പിക്കുക എന്നാണ് അർത്ഥം. ഒരിടത്ത് സെറ്റിൽ ചെയ്യണതിനാണ് ആ വാക്ക് അറബിയിൽ ഉപയോഗിക്കുന്നത്, ഇവിടെ താമസിക്കാം എന്ന നിലയ്ക്ക്. അപ്പൊ അതില് ഭൂമിയുടെ അവകാശികളായിട്ട് ഞങ്ങളെ തെരഞ്ഞെടുത്ത അള്ളാഹുവിനാണ് സ്തുതി. അതിന്റെ ഫലമോ, ഞങ്ങൾക്കിപ്പോ ഈ തോട്ടത്തിൽ, ഈ സ്വർഗത്തില് ഞങ്ങൾ എവിടെ ഇച്ഛിക്കുന്നുവോ അവിടെ ഞങ്ങളുടെ ഇടമായിട്ട് തീരുമാനിക്കാം. നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. അപ്പൊ ഇവിടെ ആട്ടിപ്പുറത്താക്കലില്ല, പൗരത്വം ചോദ്യം ചെയ്യപ്പെടലില്ല, അല്ലെങ്കിൽ ഈ വിദേശികളാണ് എന്ന മുദ്ര കുത്തണ വിഷയമല്ല, അധമന്മാരാണെന്ന് പറയലില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ മണ്ണിന്റെ അവകാശികളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ളവരെ അവിടുന്ന് അടിച്ചോടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ഇടുക്കമുള്ള മനസ്സിന്റെ ആളുകളുടെ കാരണത്താല് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതപൂർണമായ സാഹചര്യങ്ങളൊന്നുമില്ല. ഭൂമിയുടെ അവകാശികളായിട്ട് അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് ഉദ്യാന സമാനമായ ഒരിടത്തിലേക്കാണ് ഞങ്ങളെ ഇന്ന് എത്തിച്ചിരിക്കുന്നത്. ഈ ഉദ്യാനത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഞങ്ങളുടെ ഇടം എന്ന നിലക്ക് താമസമാക്കി തുടങ്ങാം. ഇതാണ് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് തന്നിട്ടുള്ള അള്ളാഹുവാണ് സ്തുതി അർഹിക്കുന്നവൻ എന്നാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ മുത്തഖികളായ ആളുകൾ ആ സന്ദർഭത്തിൽ പറയുക. വഖാലു അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. ജന്നത്തിൽ നാം ഉദ്ദേശിക്കുന്ന എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റിൽ ചെയ്യാം. അതിന് പറ്റുന്ന വിധത്തിലുള്ള രീതിയിലാണ് ഭൂമിയുടെ മേൽ നമ്മൾക്ക് അല്ലാഹു അവകാശം തന്നിട്ടുള്ളത്. ഈ ഇടം ഞങ്ങൾക്ക് അല്ലാഹു അവകാശമായിട്ട് തന്നിരിക്കുകയാണ്. എവിടെ വേണമെങ്കിലും വീടുണ്ടാക്കി അല്ലെങ്കിൽ താമസം ഉറപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനെ ഞങ്ങൾക്കായിട്ട് ഈ ഇടം വിട്ടു തന്ന, ഞങ്ങളെ അതിന്റെ അവകാശികളാക്കി മാറ്റിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഫനിഅമ അജ്റുൽ ആമിലീൻ, ഈ വിധത്തിലുള്ള പ്രതിഫലം ലഭിക്കാൻ അർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച
ആളുകൾ ഏറ്റുവാങ്ങിയ പ്രതിഫലം എത്ര അനുഗ്രഹീതമാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. ഫനിഅമ അജ്റുൽ ആമിലീൻ. ആമിലുകൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തകൻ, ജോലി ചെയ്യുന്നവർ എന്നൊക്കെയാണ് അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം. അമില എന്നുള്ള പദത്തിൽ നിന്നാണ് ആമിൽ, ജോലിക്കാരൻ എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രതിഫലത്തിന് അർഹമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളുകൾ, അങ്ങനെ പ്രവർത്തനങ്ങൾ, ശരിയായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വിജയം വരിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ഈ പ്രതിഫലം എത്ര അനുഗ്രഹീതമായതാണ്, എത്ര ആശാവഹമായതാണ് എന്നതാണ്, എത്ര നിഅമത്ത് അടങ്ങിയതാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഈ അവസാനത്തെ വാചകം ഫനിഅമ അജ്റുൽ ആമിലീൻ എന്നത് ഈ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച ആ മുത്തഖികൾ പറയുന്നതാവാം. ഇനി അതല്ലെങ്കിൽ അവര് ഏറ്റുവാങ്ങിയിട്ടുള്ള ആ സൗഭാഗ്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നതുമാകാം. രണ്ട് സാധ്യതയും അതിനുണ്ട്. അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ഒരാൾ പറയുന്ന ഒരു കാര്യമാവാം. എന്തായാലും അതിന്റെ വസ്തുത ഇതാണ്: ഈ സ്വർഗം പ്രതിഫലമായിട്ട് ഏറ്റുവാങ്ങാൻ സാധിച്ച ആളുകൾ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രതിഫലം ഏറ്റവും ഏറെ ഏറ്റവും ഏറെ സൗഭാഗ്യകരമായ, അനുഗ്രഹീതമായ ഒരു പ്രതിഫലമാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അതിന്റെ ഒരു എക്സ്ക്ലമേഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് പറയുന്നത്. ഫനിഅമ അജ്റുൽ ആമിലീൻ. എത്ര അനുഗ്രഹീതമാണ് ഈ ആമിലുകൾക്കായിട്ട്, ശരിയായ കർമ്മങ്ങളിൽ ഏർപ്പെട്ട ആളുകൾക്കായിട്ട് ലഭിച്ചിരിക്കുന്ന പ്രതിഫലം എന്നൊരു ആശ്ചര്യം പ്രകടിപ്പിക്കലാണ് ആ എക്സ്പ്രഷനിൽ അടങ്ങിയിട്ടുള്ളത്. എന്നിട്ട് അതിനെ തുടർന്നുള്ള ആ രംഗത്തിന്റെ ഒരു ചിത്രം വിവരിക്കുകയാണ് ഈ അവസാനത്തെ 75-ാമത്തെ ആയത്തിലായിട്ട്. അത് അള്ളാഹുവിന്റെ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ശൈലിയിലാണ് ഈ അവസാനത്തെ ആയത്ത് എന്നതും ശ്രദ്ധേയമാണ്. വതറൽ മലായികത. വതറ എന്ന് പറഞ്ഞ താങ്കൾക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആണല്ലോ ഖുർആന്റെ ഭാഷണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ താങ്കൾക്ക് കാണാം. അൽ മലായികത, മലാഖമാരെ, ഹാഫീന മിൻ ഹൗലിൽ അർശ്, അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റുമായിട്ട് അവരങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലായികത്ത്, അള്ളാഹുവിന്റെ മലാഖമാര് അവന്റെ സിംഹാസനത്തിന് ചുറ്റുമായിട്ട് അങ്ങനെ കറങ്ങുകയാണ്. എങ്ങനെയാണ്? യുസബ്ബിഹൂന ബിഹംദി റബ്ബി, തങ്ങളുടെ റബ്ബിനോടുള്ള സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് അവര് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുറ്റുമായിട്ട് അങ്ങനെ നിലകൊള്ളുന്നത്. വഖുദിയ ബൈനഹും ബിൽ ഹഖ്, അവർക്കിടയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ സത്യവും അർഹത, നീതി ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിധി തീർപ്പ് നടപ്പിലാക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണല്ലോ. അതിനെ തുടർന്നുള്ള ആ ചിത്രമാണിത്. അള്ളാഹുവിന്റെ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനത്തിന് ചുറ്റുമായി മലക്കുകൾ അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്ന ഒരു ചിത്രം താങ്കൾക്ക് കാണാൻ സാധിക്കും. ഏത് സമയത്താണ്? വഖുദിയ ബൈനഹും ബിൽ ഹഖ്, അവർക്കിടയിൽ നീതിയുടെ, സത്യത്തിന്റെ, അർഹതയുടെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കപ്പെട്ട ആ അവസരത്തില് മലക്കുകളെ താങ്കൾക്ക് കാണാം അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റുമായിട്ട് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ കറങ്ങുന്നതായിട്ട്, നിലകൊള്ളുന്നതായിട്ട്. വഖീല, ഇങ്ങനെ പറയപ്പെടുകയും ചെയ്യും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഉലകങ്ങളുടെ തമ്പുരാനാണ് സർവസ്തുതിയും എന്ന് പറയപ്പെടുന്നതും കേൾക്കാം. എന്ന് പറഞ്ഞ പ്രപഞ്ചമാകെ ഈ ഒരു കാര്യം മുഴങ്ങി കേൾക്കാം, പ്രതിധ്വനിക്കുന്നത് കേൾക്കാൻ സാധിക്കും. എന്താണ് പ്രതിധ്വനിക്കുന്ന ആ വാചകം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്ത് തന്നെ അതാണല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോകങ്ങളുടെയും നാഥനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം. അത് അള്ളാഹുവിന്റെ അർശിന്റെ
ചുറ്റുമായി മലക്കുകൾ അങ്ങനെ നിലകൊള്ളുന്ന, അവര് അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തില് പ്രപഞ്ചം മുഴുവനായിട്ടും പ്രതിധ്വനിക്കുന്ന ഒരു വാചകം അല്ലെങ്കിൽ ഒരു ശബ്ദം ഇതാണ്: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ തമ്പുരാനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അങ്ങനെ ഒരു വാചകം മുഴങ്ങി കേൾക്കുന്നത് താങ്കൾക്ക് അനുഭവപ്പെടും. ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു ആ വിചാരണ കഴിഞ്ഞു സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അതിന്റെ അവകാശികളെ തിരിച്ചുവിട്ടതിനെ തുടർന്നുള്ള ആ ചിത്രം വിവരിച്ചുകൊണ്ട് അള്ളാഹുവോട് പറയുന്നത്. ഇതൊക്കെ സാധാരണഗതിയിൽ ഈ വളരെ അഭൗമമായ മറ്റൊരു വളരെ വ്യത്യസ്തമായ പൂർണ്ണമായും നമുക്ക് അപരിചിതമായ ഒരു ലോകത്തെ സാഹചര്യത്തെയും സംഗതികളെയും ഒക്കെ കുറിച്ചുള്ള വിവരണമാണ്. അപ്പൊ ഈ സാധാരണഗതിയിൽ നമുക്ക് 100% അപരിചിതമായ ഒരു സംഗതിയെ നമുക്ക് വിവരിച്ചു തരുമ്പോൾ നമുക്ക് പരിചയമുള്ള ചില ചില ആശയങ്ങളും പ്രതീകങ്ങളും അതുപോലെ രൂപങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടേ മനുഷ്യന് അത് വിവരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോഴേ മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതാണ് എന്റെ സ്വഭാവം. ഫെമിലിയർ ആയ ചില സംഗതികളെ പരാമർശിച്ചുകൊണ്ട് പറയുമ്പോഴേ ടോട്ടലി അൺഫെമിലിയർ ആയ ഒരു കാര്യം മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അത് മനുഷ്യന്റെ ഗ്രാഹ്യതയുടെ ഒരു പ്രത്യേകതയാണ്. 100% അൺഫെമിലിയർ ആയ ഒരു കാര്യം മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അതിന് ഒരു സാധ്യത തെളിയ അവന് പരിചയമുള്ള ചില കോൺസെപ്റ്റ്സ് പരാമർശിച്ചുകൊണ്ട് പറയുമ്പോഴാണ്. അപ്പോ ഇവിടെ അർശ്, തസ്ബീഹ്, അതുപോലെ ഹംദ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കുന്നതാണ് നന്നാവുക. കാരണം പാരത്രിക ലോകത്ത് അനാവരണം ചെയ്യാനിരിക്കുന്ന ആ അത്തരം രംഗങ്ങളും ആ ചിത്രങ്ങളും ഒക്കെ അത് നമ്മള് ഇപ്പോ ഖുർആന്റെ വിവരണത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഉപരിയായ, എത്രയോ വിസ്മയകരമായ ഒരു സംഗതിയായിരിക്കും. കാരണം അത് ഭൗതിക ലോകത്ത് മനുഷ്യന് അതിന്റെ പൂർണ്ണതയോടുകൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ വിവരിച്ചു തരിക എന്നുള്ളത് സാധ്യമല്ല. ഇനി വിവരിച്ചാൽ പോലും നമുക്കത് അതിന്റെ കൃത്യതയോടുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഈ വക കാര്യങ്ങള് പാരത്രിക ലോകത്തെ നരകസ്വർഗങ്ങളുമായി ബന്ധപ്പെട്ട വിചാരണയുമായി ബന്ധപ്പെട്ട മലക്കുകളെ പരാമർശിച്ചുകൊണ്ടൊക്കെയുള്ള സംഗതികളെ ആ ഒരു ശൈലിയിലാണ് വിവരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അത് അതിന്റെ പദങ്ങളും അക്ഷരങ്ങളും സൂചിപ്പിക്കുന്ന ഒരു അർത്ഥതലത്തിനപ്പുറത്തേക്ക് തന്നെ ഒരുപാട് വ്യാപ്തിയുള്ള അർത്ഥതലങ്ങൾ നമുക്ക് അവ സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷെ നമുക്ക് അത് മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനൊക്കെ വലിയ പരിമിതിയുണ്ട്. അപ്പോ അതിന്റെ ആ പദങ്ങൾ നൽകുന്ന സൂചനയുടെ തലത്തിൽ അങ്ങ് സ്വീകരിക്കുക എന്നത് മാത്രമാണ് നമ്മളുടെ മുന്നിൽ ഓപ്ഷൻ ഉള്ളത്. കാരണം അത് നമുക്ക് ടോട്ടലി അൺഫെമിലിയർ ആയ, അനാവരണം ചെയ്ത് നമ്മുടെ കൺമുന്നിൽ വിരിയാനിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ ഗ്രാഹ്യത്തിന് ചില പരിമിതികൾ ഈ വിഷയത്തിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ സൂറത്തു സുമറിന്റെ പഠനമാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. 75 ആയത്തുകൾ അടങ്ങിയ മക്കയിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവതരിച്ച സൂറത്താണ് സൂറത്ത് സുമർ. സുമർ എന്ന വാക്ക് ഈ സൂറത്തിൽ 2 തവണ വന്നിട്ടുണ്ട്. അത് ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നരകത്തിലേക്ക് തെളിക്കപ്പെട്ട സംഘങ്ങളായിട്ട് തെളിക്കപ്പെട്ട നിഷേധികളെ പരാമർശിക്കുന്നിടത്തും സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ട മുത്തഖികളായ ആളുകളെ പരാമർശിക്കുന്നിടത്തും അവര് സംഘങ്ങളായിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുന്ന സംഗതി സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പദങ്ങളാണ്. ഈ പദമാണ് സൂറത്തിന്റെ പേരായിട്ട് അംഗീകരിക്കപ്പെടുകയുണ്ടായത്. ആ പദങ്ങൾക്ക് സൂറത്തിന്റെ കേന്ദ്ര ആശയവുമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ബന്ധം കണ്ടെത്താൻ സാധിക്കും. കാരണം ഈ സൂറത്തിന്റെ ക്വിൻറ്റെസൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആ സുമർ തന്നെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 സംഘങ്ങളായിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ എത്തുന്ന ഒരു കാര്യമാണ് ഇതിന്റെ
വിവരണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിർവഹിക്കപ്പെട്ടിട്ട് അത് എൻഡ് ചെയ്യുന്നത്, അതിന്റെ ഫിനാലെ എന്ന് പറയാവുന്നത് ആ സുമറായിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആളുകൾ തെളിക്കപ്പെടുന്ന കാര്യം പറയുന്നത് തന്നെയാണ്. ആ നിലക്ക് ഈ സൂറത്തിന്റെ കേന്ദ്ര ആശയവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു പദമാണ് സുമർ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടതുണ്ട്. ഇനിയും നമുക്കതിന് അവസരമുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ അത്തരം ചോദ്യങ്ങള് അത്തരം ചോദ്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുവാനും അതിനോടുള്ള പ്രതികരണങ്ങൾ നൽകുവാനും ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റിവെക്കാം. അല്ലാഹു ഈ പഠന പ്രക്രിയയിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവന്റെ വേദഗ്രന്ഥം, അവന്റെ കിതാബ് അതിന്റെ ചൈതന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.